മിസ് എന്ന് വന്നേക്കുന്നത് നമ്മുടെ +1 മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റർ നമ്പർ 5 ഏതാ ലീനിയർ ഇനീക്വാളിറ്റീസിന്റെ ഒരു 1 ഷോട്ട് വീഡിയോ ആയിട്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോക്കകത്ത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും കവർ ചെയ്തായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എടാ മക്കളെ, ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ടത് ഏതാണ്? യെസ്, നമ്മുടെ ഇനീക്വാളിറ്റി സയൻസ് ആണ്. ഇനീക്വാളിറ്റി സയൻസ് എന്ന് വെച്ചാൽ എന്താ? എടാ, ഈ 4 സൈനുകൾക്കാണ് നമ്മൾ പറയുന്നത് ഇനീക്വാളിറ്റി സയൻസ്. ആദ്യത്തെ ഏതാ? യെസ്, ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. അപ്പൊ ഈ 4 സൈനുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനീക്വാളിറ്റി സയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇനീക്വാളിറ്റീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ 4 ഇനീക്വാളിറ്റി സൈനുകൾ ഇൻവോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനീക്വാളിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനീക്വാളിറ്റി സൈൻസ് ഇൻവോൾവ് ചെയ്ത് നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ഇനീക്വാളിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഇനീക്വാളിറ്റി സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ മിസ് എഴുതുന്നത്? അപ്പൊ നമുക്ക് നോക്കിയാലോ? എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോണം. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രവി ഗോസ് ടു മാർക്കറ്റ് വിത്ത് ₹200. അപ്പൊ രവി ഇങ്ങനെ കടയിൽ പോവാണ്. രവിയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 200 രൂപയുണ്ട്. ടു ബൈ റൈസ് വിച്ച് ഇസ് അവൈലബിൾ ഇൻ പാക്കറ്റ്സ് ഓഫ് 1 kg. അപ്പൊ രവി 200 രൂപയും കൊണ്ട് അരി മേടിക്കാൻ പോവാണ്. പക്ഷെ കടയിൽ നിന്ന് അരി കിട്ടുന്നത് എത്ര? 1 kg ആയിട്ടുള്ള പാക്കറ്റ് ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഓഫ് റൈസ് ഇസ് ₹30. അപ്പം ഒരു പാക്കറ്റ് ഓഫ് റൈസിന് എന്ന് വെച്ചാൽ 1 kg ഒരു പാക്കറ്റ് ആയിട്ടേ കിട്ടുള്ളൂ. ഈ ഒരു പാക്കറ്റിന് എത്ര രൂപയാണ്? ഒരു പാക്കറ്റ് 30 രൂപയാണ് താനും. അപ്പൊ നോക്കിക്കോണം, എത്ര നമ്പർ ഓഫ് പാക്കറ്റ് ഓഫ് റൈസ് ആയിരിക്കും രവി മേടിച്ചിട്ടുണ്ടാവുന്നത്? അപ്പൊ നമുക്കറിയത്തില്ലല്ലോ. നമുക്ക് അതിനപ്പോ എക്സ് എന്ന് എടുത്താലോ? യെസ്, അപ്പം നമ്പർ ഓഫ് പാക്കറ്റ്സ് രവി മേടിച്ചതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇനി അപ്പൊ നമ്മൾ 30 രൂപയാണ് ഒരു പാക്കറ്റിനെങ്കിൽ എക്സ് നമ്പർ ഓഫ് പാക്കറ്റ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കാണും? യെസ്, 30x അല്ലെ? 30 × x അടിക്കുമ്പോൾ 30x അല്ലെ? ഇനി നോക്കണം, 30x നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മുടെ കയ്യില് 200 ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനീക്വാളിറ്റി സയൻസ് നമ്മൾ ഏതിടും? നോക്കിക്കോണം, 200 ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? 200ന് താഴെയുള്ള എമൗണ്ടിനായിരിക്കും നമ്മൾ സാധനം മേടിക്കുന്നത്. 200 രൂപ കൊണ്ട് പോയി 210 രൂപയ്ക്ക് സാധനം മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? 200 രൂപ താഴെ നിൽക്കുന്നതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഏത് സൈനായിരുന്നു? നോക്കി കറക്റ്റ് അല്ലേ? അതെന്താ? ഈ 30x എന്ന് പറയുന്നത് 200ന് താഴെ നിൽക്കണം. ഇനി ഈ സൈൻ കാണുമ്പം എടാ മക്കളെ, ഈ തറ്റം കണ്ടോ? ഈ തറ്റം പാർട്ടിൽ നിൽക്കുന്ന ആൾ ആരാണോ അവരായിരിക്കും ചെറുത്. ഈ ഓപ്പൺ ആയിട്ടുള്ള പാർട്ടിൽ നിൽക്കുന്ന ആളായിരിക്കും വലുത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് ഓർത്താൽ മതി. ഇനി അപ്പം ഇന്ന് നോക്കിയാൽ മിസ് അവിടെ ഈക്വൽ എന്നുള്ള സാധനം ഇട്ടില്ല. അതെന്താ? നമുക്ക് ഈ 200നെ 30x കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മിസ് ഈക്വൽ എന്നുള്ള സൈൻ വരാഞ്ഞത്. ഇനി അത് വരുന്ന ഒരു ടൈം അത് നോക്കിയാലോ? യെസ്, നോക്കിക്കോണം. അതായത് മിസ് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെസ് ദാൻ ഓർ ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്നുള്ള സൈൻ വരുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കിയേ, രേഷ്മ ഹാസ് ₹120. രേഷ്മയുടെ കയ്യിൽ 120 രൂപയുണ്ട്. വാണ്ട്സ് ടു ബൈ സം രജിസ്റ്റേഴ്സ് ആൻഡ് പെൻ. അപ്പം കൊച്ചു പഠിക്കാൻ വേണ്ടി കുറച്ച് രജിസ്റ്ററും പെന്നും മേടിക്കാനായിട്ട് പോവാണ്. ഇനി നോക്കണം, ഒരു രജിസ്റ്ററിന് എത്ര രൂപയാണ്? 40 രൂപയാണ്. പിന്നെ പേനയ്ക്കോ 20 രൂപയാണ് അല്ലെ? അപ്പം നമ്പർ ഓഫ് രജിസ്റ്റർ രേഷ്മ മേടിക്കുന്നതിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. പേനയോ എത്ര നമ്പർ ഓഫ് പേനയായിരിക്കും രേഷ്മ മേടിക്കുന്നത്? അതിന് നമുക്ക് y എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപ ചെലവായി കാണും? 40 രൂപയാണ് രജിസ്റ്ററിന്. എക്സ് രജിസ്റ്റർ മേടിച്ചു, അതായത് 40x ആയി. ഇനി പ്ലസ് പേന, ഒരു പേനയ്ക്ക് എത്ര? 20 രൂപയാണ്. എത്ര നമ്പർ ഓഫ് പേന മേടിച്ചു? യെസ്, y. അപ്പൊ എന്താ? 20 × y അല്ലേ? ഇതാണ് നമ്മൾ ടോട്ടലി സ്പെൻഡ് ചെയ്ത എമൗണ്ട്, അതായത് 40x + 20y. ഇനി 40x + 20y. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 120. ഇവിടെ ഏത് സൈൻ വരുവാടാ? മിസ് കണ്ടോ? അവിടെ ഒരു ഈക്വലിന്റെ ഇത് വന്ന കണ്ടോ? അതെന്താ? എടാ, നമ്മൾ നോക്കിയേ, ഈ 40xനെയും 20yനെയും നമുക്ക് എന്ത് ചെയ്യാം? 20yയും കൊണ്ട് നമുക്ക് ഈ 120നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആക്കത്തില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ആ ഈക്വൽ എന്നും കൂടെ അവിടെ ആഡ് ആയി വന്നേക്കുന്നത്. മനസ്സിലായോ? സെറ്റ് അല്ലേ? പക്കയല്ലേ? യെസ്. അപ്പം ഇതാണ് നമ്മൾ ഇനിക്വാളിറ്റി സയൻസ് ഇൻവോൾവ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നോക്കണം. ഇനി മിസ് 3 റൂളുകൾ പറയാൻ പോവാണ്. അതേ നമ്മുടെ ഇനിക്വാളിറ്റീസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ളത്. ആദ്യം പറയാണ്, ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ടു ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇനിക്വാലിറ്റി വിത്തൗട്ട് അഫക്റ്റിംഗ് ദി സൈൻ. അതായത് ഒരു നമ്പർ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യാണ് ഇനിക്വാലിറ്റീസിന്റെ 2 സൈഡിലും ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം ഇനിക്വാലിറ്റിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2 സൈഡിലും ചെയ്യണം. അപ്പൊ 2 സൈഡിലും ഒരേപോലെ ആഡ് ഓർ സബ്ട്രാക്റ്റോ ചെയ്യുകയാണെങ്കിൽ
നമ്മുടെ ഇനിക്വാളിറ്റി സൈനിനെ അത് അഫക്ട് ചെയ്യില്ല. മിസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഇനിക്വാളിറ്റി കൺസിഡർ ചെയ്യാം. 2x പ്ലസ് 3 അപ്പുറത്ത് 3x പ്ലസ് 9 വരാം. നോക്കിക്കോണം, ഇവിടെ മിസ് രണ്ട് സൈഡിലും 2 കൊണ്ട് പ്ലസ് ചെയ്യാണ്. അപ്പൊ നോക്കിയേ, 2x പ്ലസ് 3 പ്ലസ് 2 അപ്പുറത്ത് 6x പ്ലസ് 9 പ്ലസ് 2. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, സൈൻ ചേഞ്ച് ആവില്ല. സൈന് ഒരു മാറ്റം കണ്ടില്ല, സെയിം സൈൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും മക്കളെ വരുന്നത്, 2x പ്ലസ് 5 6x പ്ലസ് 11. സൈന് ചേഞ്ച് ഉണ്ടോ, ഇല്ലെന്നാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി അടുത്ത് പറയാണ്, ഇപ്പൊ നമ്മള് സബ്ട്രാക്ട് ഓർ അഡീഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇനി പറയാണ്, ബോത്ത് സൈഡ് ഓഫ് ഇനിക്വാലിറ്റീസ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ സെയിം പോസിറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോഴും സൈനിന് ചേഞ്ച് വരില്ല. മിസ് കാണിച്ചു തരാം. നമ്മളിപ്പോ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുത്ത് നോക്കിയേ, 2x പ്ലസ് 3 6x പ്ലസ് 9. ഇവിടെ നോക്കിയേ, മിസ് 2 കൊണ്ട് ഇവിടെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്ത് വരും മക്കളെ, 4x പ്ലസ് 6 അപ്പുറത്തോ 12x പ്ലസ് 18. ഇവിടെ നോക്കിക്കേ, സൈനിന് ചേഞ്ച് വരില്ല, സെയിം സൈൻ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കിക്കോണം. അടുത്ത റൂളാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ്, നമ്മൾ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യേണ്ടത്. ഏതാണ് നോക്കിയേ, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ഓർ മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ പറയാണ്, നമ്മൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ഓർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിക്വാളിറ്റിയുടെ സൈൻ എന്ന് പറയുന്നത് എന്താവും, റിവേഴ്സ് ചെയ്യും. അതെങ്ങനെ മിസ് റിവേഴ്സ് ആവുന്നത്, നമുക്ക് നോക്കാം മക്കളെ. എന്നാണ് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കാം. 2x പ്ലസ് 3 6x പ്ലസ് 9. ഇവിടെ നോക്കിക്കേ, രണ്ട് സൈഡിലും മിസ് ഇൻറ്റു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ എന്ത് വരും, -4x -6 അപ്പുറത്തോ -12x -18 ആയിരിക്കും നമുക്ക് വരുന്നത്. ഇനി നോക്കണം, നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സൈന് റിവേഴ്സ് ആവും. നമുക്ക് ഇവിടെ കിടക്കുന്ന സൈൻ ഏതാ, അതിന് നേരെ റിവേഴ്സ്. സെറ്റായില്ലേ പക്ക? യെസ്, ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതൊന്നെങ്കിൽ നെഗറ്റീവ് നമ്പർ വെച്ച് ഡിവൈഡ് ഓർ മൾട്ടിപ്ലൈ, നമുക്ക് ഡിവിഷനും ചെയ്യാം ഇതുപോലെ. അപ്പോഴാണെങ്കിലും സൈന് റിവേഴ്സ് ആകും. ഇനി നോക്കിയേ, നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ. ഇനി നമ്മുടെ അടുത്ത് ഇതൊന്ന് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോർമലി നിങ്ങളിപ്പോ ചെയ്യുന്നത് എങ്ങനെയാ, നമുക്ക് റൂൾ വെച്ച് നമുക്ക് ചെയ്യാം. റൂൾ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നോക്കിക്കേ, 4x പ്ലസ് 3 6x പ്ലസ് 7. എടാ മക്കളെ, നമുക്ക് ആദ്യം ഈ 4x കളയാം ഇവിടുന്ന്. അപ്പുറത്ത് 6x കിടക്കുന്നത്. അപ്പൊ 4x കളയുമ്പോഴത്തേക്കും നോക്കിയേ, -4x രണ്ടിടത്തും -4x. അങ്ങനത്തേക്കും നമുക്ക് എന്ത് വരും, 4x പ്ലസ് 3 -4x അപ്പുറത്തോ 6x പ്ലസ് 7 -4x. ബാക്കി എന്ത് വരും മക്കളെ, ഇവിടെ ഒരു 3 വരും. അപ്പുറത്തോ അപ്പുറത്ത് 2x പ്ലസ് 7. ഇനി ഈ 7 നമുക്ക് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും 7 കൊണ്ടൊന്ന് മൈനസ് ചെയ്യാം. -7. അപ്പൊ എന്ത് വരും, ഇവിടെ -4 2x എന്ന് വരും. സൈനിന് ചേഞ്ച് ഉണ്ടോ, സൈനിന് ചേഞ്ച് ഇല്ലല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അതാണ്ട് 2x എന്നല്ല കിടക്കുന്നത്. അപ്പൊ അതിനെ x ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും, ഇവിടെ -2 അപ്പുറത്തോ x. അതാണ്ടേ ഫൈനൽ ആൻസർ വന്നു. സൈനിന് ചേഞ്ച് ഉണ്ടോ, ഇല്ല. ബിക്കോസ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ഓർ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സൈനിന് ചേഞ്ച് വരുള്ളൂ, റിവേഴ്സ് ആവുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്തില്ലല്ലേ. അപ്പൊ നോക്കിയേ, നമ്മുടെ റൂൾ കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇതാണ്ട് ഒക്ടോബർ 2020 വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒന്നെങ്കിൽ പ്രീവിയസ് ഇയറിൽ വന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ബാക്കി ചെയ്താലോ. യെസ്, നോക്കിക്കോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, അതാണ്ട് ഈ 2 കൊണ്ട് നമ്മൾ അകത്തേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 6 കൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് ചെയ്താലോ. അപ്പൊ നമുക്ക് എന്ത് വരും മക്കളെ, യെസ് 4x പ്ലസ് 6 -10 6x മൈനസ് 12 എന്ന് വരും അല്ലെ. ഇനി നോക്കിക്കേ, ഇവിടെ നീ 4x നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കളയാൻ വേണ്ടി രണ്ട് സൈഡിൽ നമുക്ക് 4x എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം അല്ലെ. -4x വരുമ്പോൾ എന്ത് വരും മക്കളെ, ബാക്കി എന്ത് വരും, ഈ 6 -10 എന്ന് പറയുന്നത് എന്താ, -4. ബാക്കി 4x കൊണ്ട് രണ്ടിടത്തും മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 2x വരും. ഇവിടെ x കംപ്ലീറ്റ് പോയില്ലേ,
ഇവിടെ ബാക്കി എന്തുണ്ട്? -12 ഉണ്ട് അല്ലെ. ഇനി നോക്കിക്കോണം, ഈ -12 ഉണ്ടോ? -12, ഈ -12 നമുക്ക് കളയാൻ എന്ത് ചെയ്യണം? രണ്ടിടത്തും എന്ത് ചെയ്യണം? +12 ചെയ്യണം അല്ലെ. +12 ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും മക്കളെ? +12 ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 8 വരും. -4ഉം -12 8 വരും. ഇപ്പുറത്താണെങ്കിലോ -12ഉം +12ഉം കൂടെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അതായത് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് -12 ആ കിടക്കുന്നത്, ഇവിടെയോ -4 കിടക്കുന്നത്. അപ്പൊ ഈ -12നെ കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? +12. നേരത്തെ -12 എന്നാണ് പറഞ്ഞത്. ഓക്കെ, +12 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് സൈഡിലും +12 അടിക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് 8 വരും, ഇവിടെ നമുക്ക് എന്ത് വരും? 2x എന്ന് വരും. ഇനി നോക്കിക്കേ, അപ്പുറത്ത് 2x എന്നല്ലേ കിടക്കുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് ചെയ്യണം? അതിനെ രണ്ടിടത്തും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? x4. സിമ്പിൾ അല്ലേ? യെസ്. ഇടയ്ക്ക് മിസ് അങ്ങ് +12 വരെ -12 പറഞ്ഞെന്ന് തോന്നുന്നു. അത് +12 ആണേ, പറഞ്ഞു വരുന്ന വഴിക്ക് സ്ലിപ്പായി പോയി. അപ്പൊ നമുക്ക് ബാക്കി ചെയ്താലോ? യെസ്. അപ്പൊ നോക്കിയേ, നമുക്ക് ഫൈനൽ ആൻസർ വന്നു കേട്ടോ. സൈന് ചേഞ്ച് ഉണ്ടോ? സൈന് ചേഞ്ച് ഇല്ല. ഇനി നോക്കിക്കേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ തോന്നുമെങ്കിൽ സംഭവം സിമ്പിൾ ആടാ. ആദ്യം നോക്കണം, മിസ് താണ്ട് ഇവിടെ എഴുതുകയാണ് 3 × x - 2/5. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 5 × 2 - x/3. അല്ല മക്കളെ, ഈ താഴത്തെ ഈ 5നെ കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറം ഇപ്പറയും രണ്ട് സൈഡിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു സൈഡിലെ മാത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല, രണ്ട് സൈഡും ഒരേപോലെ ചെയ്യണം അല്ലെ. യെസ്. ഇനി നോക്കണം, ഈ താഴത്തെ ഈ 3നെ കളയാൻ വേണ്ടി രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കി, നമ്മൾ നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ചെയ്തത്, അല്ല പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് ചെയ്തത്. അപ്പൊ നമുക്ക് സൈനിന് ചേഞ്ച് വരുമോ? സൈനിന് ചേഞ്ച് വരില്ല. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കട്ടായി പോവില്ലേ? ഈ 3യും 3യും കട്ടായി പോവും, 5ഉം 5ഉം കട്ടായി പോവും. ബാക്കി എന്തുണ്ട് മക്കളെ? ഏതാണ്ട് നോക്കിയേ, 9 × 2 x - 2. സൈനിന് ചേഞ്ച് വരുമോ? ഇല്ല. 25 2 - x. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? എന്താണ്ട് 9x - 18 25x 25 × 2 50 -25x എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഏതാണ്ട് 34x, അപ്പുറത്ത് എന്ത് വരും? 68 അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, ഇനി 68 ആണ്, 68x. ഇനി നോക്കിയേ, ഈ 34 കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? x, ഇവിടെ x ഇല്ല, 68. അപ്പത്തേക്ക് നമുക്ക് എന്ത് വരും? ഇതാണ്ടേ 34x ഒരിടത്തും ബാക്കി മറ്റേ സൈഡിൽ നിൽക്കുന്ന 68. അപ്പൊ നമുക്ക് എന്ത് വരും? 34 കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇവിടെ x വരും, ഇവിടെയോ 2. ഓക്കെ, സിമ്പിൾ അല്ലേ? ഏതാണ്ട് സൈനിന് ചേഞ്ച് ഉണ്ടോ മക്കളെ? യെസ്, സൈനിന് ചേഞ്ച് വരില്ല, ബിക്കോസ് നമ്മൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡോ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ. യെസ്, സെറ്റ് ആണല്ലോ. നോക്കിയേ പക്ക. യെസ്. അപ്പൊ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ഇത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് 2017 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇത് നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആരെ കൺസിഡർ ചെയ്യണം? നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. നമുക്ക് സോൾവ് ചെയ്താലോ? യെസ്. എന്താണ്? 4x + 3 5x + 7 അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ? ഓക്കെ, രണ്ടിടത്തും 4xനെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 3, അപ്പുറത്ത് x + 7 അല്ലേ. രണ്ടിടത്തും 7നെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ -4, അപ്പുറത്ത് x അല്ലെ. ഇതെന്താ പറയുന്നത്? x എന്ന് പറയുന്നത് ഇവിടെ ആരാ വലുത്? x ആണ് വലുത് അല്ലെ. x എന്ന് പറയുന്നത് -4നെക്കാട്ടിലും വലുതാണ്. x എന്ന് പറയുന്നത് -4നോട് ഈക്വൽ ആണോ? അല്ലല്ലേ. x എന്ന് പറയുന്നത് -4 അല്ല, -4ന് മുകളിലാണ് ആര്? എക്സിന്റെ വാല്യൂ വരുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കോണം. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? -4 ഇൻക്ലൂഡഡ് അല്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്റർവെൽ പഠിച്ചില്ലേ സെറ്റിന്റെ ചാപ്റ്ററിൽ? ഏത് ഇന്റർവെൽ വരും? ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ അടുത്ത് കൃത്യം വാല്യൂ പറഞ്ഞിട്ടുണ്ടോ? എവിടെ വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എക്സിന്റെ വാല്യൂ ഇല്ല. അതായത് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പൊ എന്താ? ഇൻഫിനിറ്റി. ഇതോ ഓപ്പൺ ഇന്റർവെല്ലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏത് എഴുതും മക്കളെ? ഏതാണ്ട് നമ്മുടെ ഡി ആണ് നമ്മൾ എഴുതുന്ന ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടില്ലേ? യെസ്. ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടുതലൊന്നും സ്റ്റെപ്പ് എഴുതാൻ നിൽക്കണ്ട. ഇതാണ്ടേ മിസ്
എഴുതി എത്ര സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഇനി നമ്മൾ ഈ ലീനിയർ ഇനിക്വാളിറ്റീസിനൊക്കെ ഇല്ലേ, ഈ ഇനിക്വാളിറ്റീസിനെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാം. എന്റെ മക്കളെ, ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ട എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നോക്കിയേ, ഈ രണ്ട് സൈനുകളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പോയിന്റ് ഇൻക്ലൂഡഡ് അല്ല എന്നായിരിക്കും വരുന്നത്. അതപ്പോൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യേണ്ട, ജസ്റ്റ് സർക്കിൾ ഇട്ടാൽ മതി. ഷെയ്ഡ് ചെയ്യേണ്ട, ജസ്റ്റ് സർക്കിൾ ഇട്ടാൽ മതി. എന്നാൽ ഇതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്നൊക്കെ പറഞ്ഞ സൈൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കുന്ന പോയിന്റ് ഷെയ്ഡ് ചെയ്യണം. എടുക്കുന്ന പോയിന്റ് ഷെയ്ഡ് ചെയ്യണം, ബിക്കോസ് ആ പോയിന്റ് കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന്. അതെന്താ മിസ് എങ്ങനെ പറഞ്ഞേ? നമുക്ക് നോക്കാടാ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് നോക്കിയേ, ഒരിടത്ത് 2x മറ്റേ 6 നിൽക്കുന്ന നോക്കിയേ. അപ്പൊ നമ്മൾ അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ആക്കണം. 2x എന്നല്ല കിടക്കുന്നത്. എക്സ് ആക്കുമ്പോഴത്തേക്ക് എന്ത് വരുവാ മക്കളെ? എക്സ് അപ്പുറത്ത് 3. അതായത് എന്താ? എക്സ് എന്ന് പറയുന്നത് 3യെക്കാട്ടിലും ചെറുതാണ് അല്ലെ? എക്സ് എന്ന് പറയുന്നത് 3യെക്കാട്ടിലും ചെറുതാണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ 3 എന്ത് ചെയ്യേ? ഇതാണ് നമ്മുടെ 3. 3 ഇൻക്ലൂഡഡ് ആണോ? എക്സ് 3യോട് ഈക്വൽ ആണോ? അല്ല. അപ്പൊ 3 അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യാത്ത സർക്കിൾ വേണം എക്സ് എന്താ പറയുക 3യെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഗ്രാഫിൽ ഇതാക്കണ്ടേ? അപ്പം എക്സ് എന്ന് പറയുന്നത് 3യെക്കാട്ടിലും ചെറുതാണ്. എവിടം വരെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കല്ലേ. അപ്പൊ നോക്കിക്കേ, എങ്ങോട്ട് പോകും? ഇതാണ്ടേ, എങ്ങോട്ട് നമ്മൾ വരയ്ക്കും? എക്സ് എന്ന് പറയുന്നത് 3യെക്കാട്ടിലും ചെറുതാണ്. മിസ് വരയ്ക്കുന്ന കാര്യത്തിൽ പണ്ടേ പുറകോട്ടായതുകൊണ്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. നോക്കിയപ്പോൾ കളർ നോക്കി തൻ്റെ ഈ റെഡ് വരച്ചേക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? ആരോ വരച്ച് അങ്ങോട്ട് വിടും. അപ്പൊ ഇൻഫിനിറ്റ് ആയിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കണം, മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? ഈ 3 അവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ല അല്ലെ? അതായത് 3 അവിടെ ഇൻക്ലൂഡഡ് അല്ല. ഈ നോക്കിയേ, ഈ ഒരു കേസ് നോക്കിയേ, ഇവിടെ ആണെങ്കിൽ എന്താ വരുന്നത്? നോക്കിയേ, ഇങ്ങനെയാണെങ്കിലോ അവിടെ 3 ഇൻക്ലൂഡഡ് ആണ് അല്ലെ? ആ 3 എന്ന് പറയുന്നത് കൂടെ എക്സിനോട് ഈക്വൽ ആണ്. അപ്പം എക്സ് എന്ന് പറയുന്നത് 3 ആവാം, അല്ലെങ്കിൽ 3യെക്കാട്ടിലും താഴെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സർക്കിൾ ഇട്ടു. ഇതിനെന്ത് ചെയ്യണം? നമ്മള് ഷെയ്ഡ് ചെയ്യണം. അതായത് 3 അവിടെ നമ്മുടെ കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഴയ പോലെ നമ്മുടെ ഗ്രാഫ് നോക്കിയേ, സിമ്പിൾ അല്ലേ? അപ്പം നോക്കിക്കോണം, ഇത് മിസ് ഈ പറഞ്ഞ സാധനങ്ങൾ ഓർത്തോണം. ഓക്കെ, ഷെയ്ഡ് ചെയ്യുന്നതും അല്ലാതെ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നു മിസ്സിന് അറിയാം. അപ്പം ഷെയ്ഡ് ചെയ്യുന്നതും ഷെയ്ഡ് ചെയ്യാതിരിക്കുന്നതും ഏത് ബേസിനാണ്? ഇനിക്വാളിറ്റി സൈനിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നടാ. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.